ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് പകൽ വായിച്ച വേദഭാഗം ഓർമ്മയുണ്ടെങ്കിൽ ഒരാൾക്ക് വായിക്കാമോ? ഇന്ന് പകൽ വായിച്ച കുറിവാക്യം ഏതായിരുന്നു? അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം 21 വാക്യം. ഇതു കഴിഞ്ഞിട്ട് പൗലോസ് മക്കെദോന്യയിലും അഖായയിലും കൂടി കടന്നു യെരൂശലേമിലേക്കും പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് തന്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ചു, എനിക്ക് യെരൂശലേമിലൊന്ന് പോകണം, അവിടെ ചെന്ന ശേഷം റോമയൊന്ന് കാണണം. നമ്മൾ ഇന്ന് പകൽ ചിന്തിച്ചു, പൗലോസിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹപ്രകാരം കർത്താവ് പൗലോസിനോട് പറഞ്ഞു. 23 അധ്യായം 11 വാക്യം, പൗലോസേ നീ ധൈര്യമായിരിക്ക്, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമയിലും സാക്ഷീകരിക്കും. ദൈവ ശബ്ദം പൗലോസ് കേട്ടു. എന്നാൽ പൗലോസിനെ റോമയിൽ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് അനവധി തടസ്സങ്ങൾ വന്നു. അതിൽ നമ്മൾ 2 വായിച്ചു രാവിലെ. അതിന്റെ 12 വാക്യം, നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. സ്തോത്രം. നമ്മൾ രാവിലെ കേട്ടു, പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള ഒരു ദൈവ പൈതലിനെ ഒരു ശബ്ദവും ശബ്ദ ശക്തിയും തൊടത്തില്ല. ആമേ, ഒരന്ധകാര ശക്തിയും തൊടത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 16ാമത്തെ രാത്രിയിൽ എത്ര പേർ ശക്തമായി വിളിച്ചു പറയും, എന്നെ ബന്ധിച്ചൊതുക്കി തകർത്തെറിയാൻ നോക്കിയ വെല്ലുവിളികളെ പൊട്ടിച്ചുകൊണ്ട് ഇന്ന് ക്രിസ്തുവിൽ എത്ര ഒരു ഫ്രീയായി മാറും. ആമേ, ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന മാനസികമായി തളർത്തുന്ന ചില വെല്ലുവിളികളുടെ നടുവില് എത്ര പേർ ജയം പ്രാപിക്കും? കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. ആമേ, സ്തോത്ര. വിദ്യാഭ്യാസത്തെ ക്ഷീണിപ്പിക്കുന്ന, ആമേ, ആരോഗ്യത്തോട് വെല്ലുവിളിക്കുന്ന, മാനസികമായി തകർത്തുകൊണ്ടിരിക്കുന്ന സകല വിഷയത്തിന്റെ അകത്തും ദൈവിക ജയം പ്രാപിക്കട്ടെ, ദൈവശക്തി പ്രാപിക്കട്ടെ, ദൈവകൃപ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തില് എത്ര ശക്തികള് തിന്നാതെ കിടന്നാലോ കുടിക്കാതെ കിടന്നാലോ ശപഥം ചെയ്താലോ വെല്ലുവിളിച്ചാലോ എന്നെ എത്തിക്കുമെന്ന് പറഞ്ഞെടുത്ത് കൊണ്ടെത്തിക്കുവോ എന്റെ സ്വർഗശക്തനോ? ശബ്ദശക്തി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. 15ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. എന്നാൽ അവൻ സമീപിക്കും മുൻപേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരുന്നു. 40 പേർ, രാവിലെ വരാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. 40 പേർ പൗലോസിനെ ഒടുക്കിക്കളവാൻ റെഡിയായിട്ട് ഒരുങ്ങിയിരുന്നു. പക്ഷെ എൻ്റെ കർത്താവ് എന്ത് ചെയ്തു? അവരവിടെ പൗലോസിനെ കൊന്നുകളവാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ തന്നെ ആമേൻ, ഇപ്പുറത്ത് 470 അകമ്പടി നായകന്മാരെ പൗലോസിന് വേണ്ടി ഒരുക്കി. 23 അധ്യായത്തിന്റെ 23 വാക്യം വായിച്ചു. 200 കാലാളെയും 70 കുതിരച്ചേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കി പൗലോസിനെ കൈസരിലേക്ക് യാത്ര അയച്ചു. അവിടെയും പൗലോസിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വാക്യം വായിക്കാം. 24 അധ്യായം അതിന്റെ ആമൻ 22 വാക്യം വായിക്കാം. 24 അധ്യായം 22 വാക്യം. ആ മനുഷ്യന്റെ പ്രസംഗം കേൾക്കുവാൻ 24 അധ്യായത്തിന്റെ 22 വാക്യം. ഫേലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തും എന്ന് പറഞ്ഞ് അവധി വെച്ചു. ഫേലിക്സിന് പൗലോസിനെ കുറിച്ചെല്ലാം അറിയാം.
പൗലോസ് ആരാണെന്നറിയാം. പൗലോസ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നറിയാം. പക്ഷേ പൗലോസിനെ റോമയിൽ എത്തിക്കാതിരിക്കാൻ അവധി വെച്ചു. റോമിൽ എത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പക്ഷേ വിടത്തില്ല. അവധി വെച്ച് അങ്ങ് പോകുക. കർത്താവ് ഒരവധി വെച്ചാൽ അതിനൊരു പൂർത്തീകരണമുണ്ട്. സ്തോത്രം. ആമേൻ. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. എത്ര വൈകിയാലും വരും. അതിനു വേണ്ടി കാത്തിരിക്കാം. കർത്താവ് പറഞ്ഞ അവധിക്ക് എത്തേണ്ടിടത്ത് എത്തുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേര് സ്തുതിച്ചുകൊണ്ടിരിക്കും. ആരൊക്കെ ഞങ്ങളെ തടഞ്ഞാലും, എവിടൊക്കെ യാത്രയെ തടഞ്ഞാലും, എവിടൊക്കെ നന്മയെ ബ്ലോക്ക് ചെയ്താലും, എവിടൊക്കെ ജോലിയെ ഒതുക്കിയാലും, എവിടൊക്കെ ശുശ്രൂഷയെ പരാജയപ്പെടുത്തിയാലും, ദൈവം ഒരു അവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടെത്തിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവം നമുക്കുണ്ട്. യൗവനക്കാര് കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി പേരുണ്ട്. വിശ്വസിക്കും മക്കളെ, കർത്താവ് ഞങ്ങളോട് പറഞ്ഞ അവധിക്ക് കർത്താവ് ഞങ്ങൾക്ക് തന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഞങ്ങൾ എത്തേണ്ടിടത്ത് എത്തും. അല്ലേ? എത്തും. യോസഫ് സ്വപ്നം കണ്ട എത്രാമത്തെ വയസ്സിലാ? 17ാമത്തെ വയസ്സിൽ. അല്ലേ? യോസഫ് 17ാമത്തെ വയസ്സിലാ സ്വപ്നം കണ്ടേ. പക്ഷെ അതിന്റെ പൂർത്തീകരണം എത്രാമത്തെ വയസ്സിലായിരുന്നു? സ്തോത്രം. 37ാമത്തെ വയസ്സിലാ. 30ാമത്തെ വയസ്സിൽ ഫറവോനുമായി കണ്ടുമുട്ടുന്നു. 37ാമത്തെ വയസ്സിൽ സ്തോത്രം അവധി വെച്ചു പോയി. യോസഫ് കണ്ട സ്വപ്നം സഹോദരന്മാരോട് പറഞ്ഞു, അപ്പനോടും പറഞ്ഞു. അവർ കളിയാക്കി പരിഹസിച്ചു, അവരെ തകർത്തെറിയൂ, അല്ലെങ്കിൽ യോസഫിന്റെ സ്വപ്നത്തെ അവിടം കൊണ്ട് പരാജയപ്പെടുത്താൻ നോക്കി. സ്വപ്നം കൊടുത്തത് മനുഷ്യനാണോ? അല്ല. സ്വപ്നം കൊടുത്തത് ആരാ? ആമേ, കർത്താവ് ആ സ്വപ്നം കൊടുത്തതെങ്കിൽ അതിനെതിരെ ആരൊക്കെ ശാസിച്ചാലും, ആരൊക്കെ കളിയാക്കിയാലോ, ആരൊക്കെ പരിഹസിച്ചാലോ, ആരൊക്കെ അപവാദം പറഞ്ഞാലോ, ആരൊക്കെ പൊട്ടക്കിണറ്റിലിട്ടാലോ, ആരൊക്കെ കാരാഗ്രഹത്തിലിട്ടാലോ, യോസഫ് നീ കണ്ട സ്വപ്നത്തിന്റെ പൂർത്തീകരണം കൊണ്ടെത്തിക്കുന്ന ഒരു സമയമുണ്ട്. ശക്തമായി ഏറ്റെടുക്കട്ടെ. ഞങ്ങളുടെ തലമുറകളെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കട്ടെ. അവ കണ്ട സ്വപ്നത്തെ ആമേ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കട്ടെ. യേശുവിന്റെ നാമത്തെ റബല ഗണ്ടക അടക രഗന ജരക ദരക ജനക രബന ബലബ രബന. യെസ് 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 യെസ്. Praise the Lord. Praise the Lord. അപ്പനായ യാക്കോബ് യോസഫിനെ തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ശേഖേമിലേക്ക് വിട്ടു. ശേഖേമിലേക്ക് ചെന്നപ്പോൾ അച്ചച്ചന്മാരെ അവിടെ കണ്ടോ? ഇല്ല, അവിടെ കണ്ടില്ല. സ്തോത്രം. അപ്പോൾ ഒരു മനുഷ്യൻ യോസഫിനോട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അപ്പൊ യോസഫ് പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് വന്നതാ. ആ മനുഷ്യൻ പറഞ്ഞു, അവർ ഇവിടെ ഇല്ല, അവർ ദോഥാനിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടു. സൺഡേ സ്കൂൾ പഠിക്കുന്നില്ല, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? അതെ, ദോഥാനിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആ കേട്ടത് ആ മനുഷ്യൻ യോസഫിനോട് പറഞ്ഞു. യോസഫിന് വേണമെങ്കിൽ തിരിച്ച് അപ്പൻ്റെ അടുക്കൽ പൊക്കൂടായോ? അച്ചാച്ചന്മാരെ കണ്ടുകൂടെ? കണ്ടില്ല. അതുകൊണ്ട് തിരിച്ചു പോകാമോ? പോകാം. പോയിരുന്നെങ്കിൽ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിൽ എത്തുവോ? ഇല്ല. യോസഫ് എങ്ങോട്ട് പോയി? ദോഥാനിലേക്ക് പോയി. ദോഥാനിൽ ചെല്ലുമ്പോൾ അവർ കളിയാക്കി വിളിച്ച പേരെന്താ? ദാ വരുന്നു സ്വപ്നക്കാരെ. സഹോദരന്മാരെ, നിങ്ങൾ കൊടുത്ത സ്വപ്നമല്ല, നിങ്ങൾ പകർന്ന സ്വപ്നമല്ല. ദൈവം ഒരു സ്വപ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ തലത്തിൽ പോയാലോ സ്വർഗം അതിന്റെ പൂർത്തീകരണത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഉടമന റിഗരെ ഇന്ന് പകൽ സംസാരിച്ചതുപോലെ റൂട്ട് മാറ്റിവിട്ട് മാനിക്ക
യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ചില തലങ്ങളിൽ റൂട്ട് മാറ്റി വിട്ടെങ്കിൽ ഓർത്തോ, കർത്താവ് പറയുന്നു, ആമേൻ, നിന്നെ തകർക്കാനല്ല, മുടിക്കാനല്ല, നശിപ്പിക്കാനല്ല. ദൈവശക്തി ഇറങ്ങണം, തീ ഇറങ്ങണേ. യേശുവിന്റെ നാമത്തില് സ്തോത്രം. യോസഫ് കൊണ്ടു കൊടുത്ത ആഹാരം കഴിച്ച് സഹോദരന്മാർ ഇരിക്കുമ്പോൾ യോസഫിനെ അവരെവിടിട്ടു? പൊട്ടക്കിണറ്റിലിട്ടു. യോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുക അല്ലേ? എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ യോസഫ് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കാണും, എന്നെ ഇതിൽ നിന്ന് പുറത്തെടുക്കണേന്ന് അല്ലേ? അച്ചച്ചന്മാര് കേട്ടോ? കേട്ടില്ല. പക്ഷെ ഇവര് ആമേൻ, ആര് കൊണ്ടുവന്ന ആഹാരമോ കഴിക്കുന്നേ? യോസഫ് കൊണ്ടുവന്ന ആഹാരം കഴിച്ചുകൊണ്ട് അച്ചച്ചന്മാര് സന്തോഷിക്കുമ്പം യോസഫ് കിടന്ന് നിലവിളിക്കുകയായിരിക്കാം. ബൈബിളിലില്ല. പക്ഷേ നമ്മുടെ ചിന്തയിൽ ഓർത്താൽ പൊട്ടക്കിണറ്റിൽ സുഖമാണോ? അല്ല. നിലവിളിച്ച് കാണും, എന്നെ ഇതിൽ നിന്നൊന്ന് പുറത്തെടുക്കണേ, കരഞ്ഞു കാണും. പക്ഷേ യഹോവയായ ദൈവം പറയും, യോസഫേ, ഇന്ന് നീ ഇവിടെ കിടന്ന് നിന്റെ സഹോദരന്മാരെ കാമേ വിളിച്ച ഓരോ വിളിയും, കരഞ്ഞ ഓരോ കരച്ചിലോ, സഹോദരങ്ങൾ രക്തബന്ധങ്ങൾ കേട്ടില്ലെങ്കിലോ എന്റെ സ്വർഗത്തിലെ അപ്പന് ഈ നിലവിളി കേട്ടോ, ഈ കണ്ണുനീര് കേട്ടോ. നിന്റെ രക്തബന്ധങ്ങൾ നിന്നെ കൈവിടോ, നിന്റെ ചാർച്ചക്കാർ കൈവിടോ, നിന്റെ കൂടപ്പുറകൾ നിന്നെ ഉപേക്ഷിക്കോ, മാതാപിതാക്കൾ കൈവിടോ, മക്കൾ നിന്നെ ഉപേക്ഷിക്കോ. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്നെ കൈവിടത്തില്ല. ഓ റീഖബാലബാരബാനഗ ജൂഡബല റിഗന ഗഡഗദുരദനഗ ശംദുരേ അടര വൈഡഗന രഗന ഗഡഗതുരേ ജീബാല ഗക്ഷേ രഗനെ അത്തുര ജരാധരതുരേ. യേശുവിന്റെ നാമത്തില് വിശ്വാസത്തോടെ കുഞ്ഞുങ്ങൾ ഏറ്റെടുക്ക്. ഇന്ന് ഞങ്ങൾ കരയുന്ന കണ്ണുനീര് ആമേ ആർക്കും കണ്ടില്ലെങ്കിലും, ആരും കണ്ടില്ലെങ്കിലും, ഒരു വ്യക്തി പോലും കണ്ടില്ലെങ്കിലും ഞങ്ങളുടെ നിലവിളി കാണുന്ന ഒരു അപ്പനുണ്ട്. ആമേ അപ്പോ, ആമേ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണമേ. യെസ് 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 ചുടബല ധീഗബല ചുടബല ധീരബല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയും, യോസഫേ, ഇന്ന് അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ, ഇന്ന് അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നാളകളിൽ ഞാൻ ഇവരുടെ ഇടയിൽ ഒരു ക്ഷാമം വരുത്തും. ഇവരുടെ ഇടയിൽ ഒരു ക്ഷാമം വരുത്തി ഈ സഹോദരങ്ങളെ നിന്റെ മുൻപിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സമയമുണ്ട്. നിന്റെ മുൻപിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സമയമുണ്ട്. ഇന്ന് നീ കരയുന്ന കരച്ചിലിന്റെ മറുപടി നാളുകളിൽ അത് ആനന്ദമായി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാൻ കഴിയുമോ? ഇന്നത്തെ കണ്ണുനീർ, ഇന്നത്തെ വേദന, ഇന്നത്തെ നിരാശ, ഇന്നത്തെ തകർച്ചകൾ നാളത്തെ അനുഗ്രഹവും സന്തോഷമായി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ഈ വചനം ഏറ്റെടുക്കാമോ? നിന്റെ നിലവിളി ആരും കേട്ടില്ലെന്ന് വരാ, നിന്റെ കണ്ണുനീർ ആരും കണ്ടില്ലെന്ന് വരാ, പക്ഷെ നിലവിളി കാണുന്ന ഒരു ദൈവം വിളിച്ചു പറയുന്നു, നാളുകളിൽ നിന്റെ മുൻപിൽ മുട്ടുകുത്തുന്ന ഒരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിന്ന് എങ്ങോട്ടാ പോയേ? പൊത്തിഫോറിന്റെ ഭവനത്തിലേക്ക്. പൊത്തിഫോറിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ സ്തോത്രം, അവിടെയും തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ വലുതല്ലേ, നിരാശകൾ വലുതല്ലേ. അവരതൊക്കെ ചെയ്തോട്ടെ, നമ്മൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. പൊത്തിഫോറിന്റെ ഭവനത്തിലുണ്ടായ വേദന അതിഭയങ്കരമല്ലേ, അപവാദം അല്ലേ, സ്തോത്രം. പക്ഷേ കർത്താവ് യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതെ, കർത്താവ് യോസഫിനോട് കൂടെ ഇരുന്നു അല്ലേ? പക്ഷെ കർത്താവ് അറിഞ്ഞിട്ടാണോ യോസഫിന് അപവാദം വന്നത്? അതെ, കർത്താവ് അറിഞ്ഞിട്ടാ ഈ വേദന വന്നേ.
കുഞ്ഞുങ്ങൾ ചോദിച്ചില്ലേ, യേശുപ്പച്ച എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ചോദിച്ചില്ലേ മോനെ? എനിക്ക് പറ്റുന്നില്ലല്ലോ പഠിച്ചു കയറാ, എന്നെ കൊണ്ട് കഴിയുന്നില്ല പഠിക്കാ, എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞു, അല്ല മക്കളെ, ആമേൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്, ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാവോ? നീ പറഞ്ഞില്ലേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഒത്തിരി കഷ്ടപ്പെട്ട് പഠിക്കും, പക്ഷെ പഠിച്ചതെല്ലാം മറന്നു പോകും. അവിടെ ഇരുന്ന് കരഞ്ഞില്ലേ? പഠനമുറി ഇരുന്ന് പൊട്ടിക്കരഞ്ഞില്ലേ? പഠനമുറി വാവിട്ട് കരഞ്ഞില്ലേ? ശക്തമായി ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാവോ? എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മ വ്യക്തമായി പറയുന്നു, ഒത്തിരി സമയം മെനക്കെട്ട് പഠിച്ചു, പഠിക്കുന്നതെല്ലാം മറന്നു പോകും. പഠനമുറിയിൽ പൊട്ടിക്കരഞ്ഞ ഈ പൈതലിന്റെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഒരുമിച്ച് എത്ര പേർ ഏറ്റെടുക്കുന്നു? കർത്താവേ, എന്നെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ, ദൈവശക്തിയാൽ നിറയ്ക്കണമേ, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, ദൈവകൃപയാൽ നിറയ്ക്കണമേ, എന്നെ കർത്താവേ ഓർമ്മശക്തിയാൽ നിറയ്ക്കണമേ, നിന്നയാക്കാൻ അനുവദിക്കല്ലേ. അപ്പനെ സേവിച്ചിറങ്ങിയവർ, അപ്പനെ അറിഞ്ഞിറങ്ങിയവർ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. യഹോവ യോസേഫിന്റെ ദൈവമായിരുന്നു. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം വായിക്കുമ്പോഴൊക്കെ ഉണ്ട്, കർത്താവ് കൂടെ ഇരുന്നു. പക്ഷെ അതിനു ഇടയിലൂടെ പൊത്തിഫറിന്റെ ഭാര്യ തന്നെ അപവാദം പറയുമ്പോഴും യോസേഫ് പറയും, എന്റെ സ്വപ്നം ഈ പൊത്തിഫറിന്റെ ഭവനമല്ല, ഞാൻ കണ്ട ദർശനം ഈ പൊട്ടക്കിണറല്ല. അവിടെ നിന്ന് എങ്ങോട്ടാ റൂട്ട് മാറ്റിയേ? കാരാഗ്രഹത്തിലേക്ക്. യോസേഫ് പറയും, ഈ കാരാഗ്രഹത്തിൽ കാരാഗ്രഹ പ്രമാണിയായി വാഴാനല്ല ഞാൻ കണ്ട സ്വപ്നം. ഇവിടെ നിന്ന് പുറത്തു വരുന്ന ഒരു സമയമുണ്ട്, ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. യോസേഫ് കാരാഗ്രഹത്തിലായിരിക്കുന്ന സമയത്ത് അവിടെ രണ്ടുപേരെ കൊണ്ടുവന്നു, അപ്പക്കാര പ്രമാണി, പാനപാത്രവാഹകൻ. പാനപാത്രവാഹകനും അപ്പക്കാര പ്രമാണിയും വന്നപ്പോൾ ഇവർ രണ്ടുപേരും സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ ആര് വ്യാഖ്യാനിച്ചു? യോസേഫ് വ്യാഖ്യാനിച്ചു. യോസേഫ് വ്യാഖ്യാനിച്ചതുപോലെ നടന്നു. അപ്പക്കാര പ്രമാണി കൊല്ലപ്പെട്ടു. പാനപാത്രവാഹകൻ വീണ്ടും കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആമേൻ. ഈ പാനപാത്രവാഹകൻ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്ന എല്ലാരോടും യാത്ര പറഞ്ഞു, അല്ലേ? ഞാൻ പോകുക കൊട്ടാരത്തിലേക്ക് പോകുക. അപ്പൊ യോസേഫ് എന്താ പറഞ്ഞേ? നീ അവിടെ ചെല്ലുമ്പോ എന്നെ ഒന്ന് ഓർക്കണേ, ഓർത്താ മതി, അല്ലേ? പ്രായമുള്ള അമ്മമാരൊക്കെ ഓർമ്മയുണ്ടോ? പണ്ട് നമ്മുടെ വീട്ടിൽ നിന്നോ, നമ്മുടെ സ്വന്തക്കാരിൽ നിന്നോ, ചുറ്റുപാടിൽ നിന്നോ ഗൾഫ് രാജ്യങ്ങളിലും മറ്റും പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് യാത്ര പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, എടാ മോനെ, നീ അവിടെ ചെല്ലുമ്പം എൻ്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ചിന്തിച്ചിട്ടില്ലേ, ആഗ്രഹിച്ചിട്ടില്ലേ? അതുപോലെ യോസേഫ് പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പം എന്നെ ഒന്ന് ഓർക്കണേ. പാനപാത്രവാഹകൻ യോസേഫിനെ ഓർക്കാതെ മറന്നുപോയി. യോസേഫിനെ പാനപാത്രവാഹകൻ ഓർത്തിരുന്നെങ്കിൽ യോസേഫിന് ഏത് സ്ഥാനം കിട്ടിയേനെ മക്കളെ? ഏത് സ്ഥാനം കിട്ടും? കൊല്ലപ്പെട്ട അപ്പക്കാര പ്രമാണിക്ക് പകരം ആര് കയറും? യോസേഫ് കൊട്ടാരത്തിൽ കയറും. ഈ പകരത്തിന് പകരം അവിടെ കയറി ജോലി ചെയ്യാനാണോ യോസേഫ് കണ്ട സ്വപ്നം? അല്ല. അവിടെ കയറി അപ്പക്കാര പ്രമാണിക്ക് പകരം ഒരു ജോലി ചെയ്യാനല്ല, പിന്നെ യോസേഫിന് വേണ്ടി ഒരുക്കി വെച്ച ഒരധികാരത്തിന്റെ ഇരിപ്പിടം, ഒരധികാരത്തിന്റെ വാഹനം, അധികാരത്തിന്റെ വസ്ത്രം യോസേഫിന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അത് എത്തിക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് പറ, പകരത്തിന് പകരമല്ല. യവനക്കാർ കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കും. യെസ്. Yes. Oh, we kabbalasa. Judabala digabala judabala ribaraba nagare jadaga. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശക്തമായി പറ. അമ്മമാർ, അപ്പന്മാർ കര. എന്റെ തലമുറകൾ ആരുടെ മുന്നിൽ നിന്നയാക്കാൻ വിടത്തില്ല.
ഓ റീഖാരബാലബ ജൂഡബലബശം ദുരാധന. സ്തോത്രം. ഹല്ലേലൂയ. യോസേഫിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുചെന്നു. രണ്ടാമത്തെ പദവി, അധികാരത്തിന്റെ ഇരിപ്പിടത്തിൽ ഇരുത്തി കഴിഞ്ഞു. 7 വർഷം ഭയങ്കര സമൃദ്ധിയായിരുന്നു. അടുത്ത ക്ഷാമത്തിലേക്ക് കയറുക. ക്ഷാമത്തിലേക്ക് കയറുന്ന സമയത്ത് യാക്കോബ് അപ്പൻ തൻ്റെ മക്കളോട് പറഞ്ഞ, എടാ മോനെ, മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് കേൾക്കുന്നു, നിങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവാ. യോസേഫിൻ്റെ സഹോദരന്മാരോട് അപ്പൻ പറയുക, നിങ്ങൾ മിസ്രൈമിലേക്ക് പോയി ധാന്യം വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു വിടുന്ന ഒരു സമയം. ഒന്ന് ചിന്തിക്കണം. അവിടെ നിന്ന് അപ്പൻ മക്കളെ മിസ്രൈമിലേക്ക് വിടുന്നു. മിസ്രൈമിൽ യോസേഫ് ഉണ്ടെന്ന് അപ്പൻ അറിയത്തില്ല, സഹോദരന്മാർക്ക് അറിയത്തില്ല. പക്ഷെ അപ്പൻ ഇവിടുന്ന് പറഞ്ഞു വിടുമ്പോൾ ഇവിടുത്തെ ഒരു ജാതീയ രാജാവായ ഫറവോൻ ഒരു സ്വപ്നക്കാരന് വേണ്ടി നിയമം മാറ്റിയോ? എന്താ മാറ്റിയേ? ഫറവോൻ രാജാവ് വിളിച്ചു പറഞ്ഞു, യോസേഫിനെ കാണാൻ വരുന്നവർ മുട്ടുകുത്തുവീ. യോസേഫിനെ കാണാൻ വരുന്നവർ എന്ത് ചെയ്യണം? മുട്ടുകുത്തണം. അല്ലെങ്കിൽ ധാന്യം കൊടുക്കത്തില്ല. കൊടുക്കുവോ? യോസേഫ് കണ്ട സ്വപ്നത്തിലേക്ക് ഒന്ന് ഓർമ്മയിലേക്ക് വന്നേ. യോസേഫ് കണ്ട സ്വപ്നത്തിലേക്ക് ഒന്ന് വാ. ഫറവോൻ ജാതീയ രാജാവ് ഒരു സ്വപ്നക്കാരന് വേണ്ടി രാജ്യത്തിന്റെ നിയമം മാറ്റി എഴുതിയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് രാത്രി ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ കേട്ട വാഗ്ദത്തം, നീ കണ്ട സ്വപ്നം, നീ കേട്ട ദൈവിക ആലോചന അത് മറന്നു പോയിട്ടില്ല. ഒരു പക്ഷേ അവധി വെച്ച് പോകും, പക്ഷെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ശക്തിയോടെ ശക്തമായി ഏറ്റെടുക്കും. കുഞ്ഞുങ്ങളെ, ശക്തിയോടെ ഏറ്റെടുക്ക്. നമുക്ക് വേണ്ടി രാജ്യത്തിന്റെ നിയമം മാറും. ശക്തമായി ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ നിയമത്തെ മാറ്റി എഴുതാൻ പോവുക. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, ഉപവസിക്കുന്ന നിനക്ക് വേണ്ടി, കരയുന്ന നിനക്ക് വേണ്ടി രാജ്യത്തിന്റെ നിയമത്തെ മാറ്റി എഴുതാൻ പോവുക. ചില പേപ്പറുകൾ, ചില തടഞ്ഞു വെച്ച പേപ്പറുകൾ നിനക്ക് വേണ്ടി ചലിക്കാൻ പോവോ. ശക്തമായി ആമേൻ പറ. വിശ്വസിക്കുന്നോ മോനെ? വിശ്വസിക്കുന്നോ? സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു അത്ഭുതം ചെയ്യുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ഉറക്കെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവോ. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവോ. ഹല്ലേലൂയ. സ്തോത്രം. യോസേഫിന്റെ സഹോദരന്മാർ യോസേഫിന്റെ അടുക്കൽ വന്ന് ഒരു പ്രാവശ്യമാണോ മുട്ടുമടക്കിയേ? അല്ല. 2 പ്രാവശ്യമാണോ മുട്ടുമടക്കിയേ? അല്ല. 3 പ്രാവശ്യമാണോ? അല്ല. 4 പ്രാവശ്യം യോസേഫിന്റെ മുമ്പിൽ സഹോദരന്മാർ മുട്ടുമടക്കി. യോസേഫേ, നീ കണ്ട സ്വപ്നം. അപ്പനും സഹോദരന്മാരും നമസ്കരിക്കുന്ന, തൻ്റെ മുൻപിൽ വീണ് നമസ്കരിക്കുന്ന സ്വപ്നം കണ്ടപ്പോൾ സഹോദരന്മാർ യോസേഫിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സ്തോത്ര, ഞങ്ങൾ നിന്നെ വാഴുമോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുക, ഇന്നലെ കളിയാക്കി മാറ്റി നിർത്തിയവർ, ഇന്നലെ പരിഹസിച്ച് മാറ്റി നിർത്തിയവർ, ഇതോടെ തീർന്നു എന്ന് പറഞ്ഞവർ, യോസേഫ് മരിച്ചു എന്ന് വിധി എഴുതിയവർ, ഇനി ഒരു ജീവിതം ഇല്ലെന്ന് പറഞ്ഞവർ തലമുറയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അവൻ തകർന്നുപോയി, അവൻ നശിച്ചുപോയി, ഇനി ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ നടുവില് ദൈവാത്മ പറയുന്നു, പുതിയൊരു മുള പൊട്ടി മുളയ്ക്കട്ടെ. യെസ്, യെസ്.
ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുക. ഈ ആരാധന ഹോളില് ആത്മസാന്നിധ്യം നിറഞ്ഞു നിൽക്കുക. അസാധാരണ ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെടുക. ജനത്തെ വേർതിരിക്കാൻ പോവുക. ശരീരത്തെ ബന്ധിച്ചൊതുക്കുക, മനസ്സിനെ ബന്ധിച്ചൊതുക്കുക. മുന്നോട്ട് വിടാതെ ഞെരുക്കുന്ന ദുഷ്ട പൈശാചിക ശക്തികള് ഇന്ന് പകൽ അഴിയട്ടെ. സ്തോത്രം. യോസഫ് രക്തബന്ധങ്ങളെ നോക്കി കളിയാക്കിയോ? ഇല്ല. എന്താ പറഞ്ഞേ? നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ടാ എന്നെ മുന്നമേ ഇവിടെ അയച്ചത്. എന്നെ ഇവിടെ മുന്നമേ അയച്ചു. കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസത്തോടെ അങ്ങ് ആമേൻ പറ. അനേകരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ രാജ്യങ്ങൾ അയക്കും. ദൈവസഭയുടെ അനുഗ്രഹത്തിനു വേണ്ടി, കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി, രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി കർത്താവ് രാജ്യങ്ങൾ അയക്കണേ. എന്തിനാണെന്നറിയാമോ? അനേകരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയാ. ആമ എത്ര പേർ ആഴമായി ഇത് വിശ്വസിക്കുന്നു? ഈ വചനം ആഴമായി എത്ര പേർ ഏറ്റെടുക്കുന്നു? കർത്താവേ, എന്റെ തലമുറകളെ അതിനായി കണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തില് ആമേൻ. നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ടാണ് എന്നെ ഇവിടെ അയച്ചത്. ദൈവശക്തി, ദൈവശക്തി. ഹല്ലേലൂയ. സ്തോത്രം. യോസഫ് പറഞ്ഞു, നിങ്ങൾ എനിക്കെതിരെ ദോഷം നിരൂപിച്ചു, ദൈവമോ അത് ഗുണമാക്കി തീർത്തു. പലരും ദോഷം നിരൂപിച്ചില്ലേ? പലരും ദോഷം പറഞ്ഞില്ലേ? പലരും അപവാദം പറഞ്ഞില്ലേ? പലരും ഒറ്റപ്പെടുത്തിയില്ലേ? അല്ലേ? അതെ അമ്മ, ഒറ്റപ്പെടുത്തി, കളിയാക്കി, പരിഹസിച്ചു. പക്ഷെ പറയണം, നിങ്ങൾ കളിയാക്കിയത്, നിങ്ങൾ പരിഹസിച്ചത്, നിങ്ങൾ ദോഷം നിരൂപിച്ചത് ദൈവമോ അത് ഗുണമാക്കി തീർത്തു. ഗുണമാക്കി തീർക്കാൻ പോവാ. ഈ ഗുണമാക്കി തീർക്കുമ്പോ 16-ാമത്തെ രാത്രിയിൽ എത്ര പേർ വിളിച്ചു പറയും, ആമ ഈ രോഗം വന്നത് അതെന്നെ ഗുണമാക്കി തീർക്കാനാ. ഈ കഷ്ടത വന്നത് അതെന്നെ വിജയത്തിൽ കൊണ്ടെത്തിക്കാനാ. ചില പരാജയം വന്നത്, ചില കടഭാരം വന്നത്, ചില കഷ്ടത വന്നത് അത് ഗുണമാക്കി തീർക്കാനാ. എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കോ? ആമേൻ. സ്തോത്രം. കർത്താവ് പറയുന്നു, അവധി വെച്ച് പോയത് കർത്താവിന്റെ സമയത്ത് നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനാ. ആമേൻ. അപ്പൻ വന്ന് സ്തോത്രം യോസഫിനെ കാണുന്ന ഒരു സമയമുണ്ട്. യാക്കോബ് യോസഫിനെ കണ്ടുമുട്ടുന്ന ഒരു സമയം, വർഷങ്ങൾക്ക് ശേഷം. അപ്പൻ കരുതി മോൻ പോയി, ഇങ്ങനൊരു മകൻ ഇല്ല. പക്ഷെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നൊരു സമയമുണ്ടല്ലോ, യാക്കോബും യോസഫും. അപ്പൊ അപ്പൻ എന്താ മോന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ? എന്താ പറഞ്ഞേ? നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ. ഓ, അപ്പൻ ദുഃഖത്തോടെ തകർന്നിരുന്നതാ. അപ്പൻ മുഖത്ത് നോക്കി, മോന്റെ മുഖത്ത് നോക്കി പറയടാ മോനെ, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൻ കണ്ടത് തകർന്നു പോയൊരു മോനെയാണോ? അല്ല. കവളൊട്ടി, വയറൊട്ടി, പരാജയപ്പെട്ടു പോയൊരു മോനെയാണോ അപ്പൻ കണ്ടത്? അല്ല. പിന്നെ കൊട്ടാരത്തിനകത്തിരിക്കുന്ന, മന്ത്രിയായിരിക്കുന്ന, അനേകരുടെ കാലി പാത്രങ്ങളെ നിറയ്ക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ അപ്പൻ കണ്ടത്. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. തകർന്നു പോയെന്ന് വിധി എഴുതി, ഇനി നിന്റെ മകനെ കൊള്ളത്തില്ലെന്ന് വിധി എഴുതി, എല്ലാം അസ്തമിച്ചു എന്ന് വിധി എഴുതി. പക്ഷെ കർത്താവ് പറയുന്നു, നോക്കി നിൽക്കുന്ന നാട്ടുകാരുടെ മുന്നില്, നോക്കി നിൽക്കുന്നവരുടെ ചുറ്റുപാടിന്റെ നടുവില്, ആമേ, വിധി എഴുതിയവരുടെ നടുവില് അനേകരുടെ കാലി പാത്രങ്ങളെ നിറയ്ക്കുവോ. സോദര മക്കളെ, അപ്പന്റെ ഓഹരിയെല്ലാം മറ്റു മക്കൾക്കൊക്കെ വീതിച്ചു കൊടുത്തു.
ഇനി അപ്പന് തരാൻ ഒരു ഓഹരി എനിക്കില്ല. പക്ഷേ അപ്പൻ പറഞ്ഞു, അപ്പൻ വില കൊടുത്തു വാങ്ങിയ ഒരു ഓഹരി ഉണ്ട്, അത് ഞാൻ നിനക്ക് തരാൻ പോവാ. ആ ഓഹരിയുടെ പ്രത്യേകത എന്താ? സഹോദരന്മാരെക്കാൾ കവിഞ്ഞ ഒരോഹരി. ഇന്ന് രാത്രി ഒറ്റ കാര്യം വിശ്വസിക്കണം. സ്വപ്നം കണ്ടതുകൊണ്ടും അപ്പനെ സ്നേഹിച്ചത് കൊണ്ടും അപ്പൻ അങ്കി ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടും യോസേപ്പിന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. അപ്പനെ സ്നേഹിച്ചു, അപ്പൻ സ്നേഹിച്ചു. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ട് രക്തബന്ധങ്ങൾ കളിയാക്കിയില്ലേ, നാട്ടുകാർ പരിഹസിച്ചില്ലേ, ഓഹരിയുടെ മേൽ ദൃഷ്ടി വെച്ചില്ലേ. വിഷയില്ല, ലോകത്തിലെ അപ്പൻ്റെ ഒന്നും വേണ്ട, സ്വർഗത്തിലെ അപ്പൻ എല്ലാവരെക്കാളും കവിഞ്ഞ ഓഹരി നമുക്ക് വേണ്ടി ഒരുക്കി മാനിക്കാൻ പോവാ. എല്ലാവരെക്കാളും കവിഞ്ഞ ഓഹരി അപ്പൻ്റെ വീട്ടുകാരുടെ നടുവിൽ, അമ്മ വീട്ടുകാരുടെ നടുവിൽ, രക്തബന്ധങ്ങളുടെ നടുവിൽ, ചുറ്റുപാടിന്റെ നടുവിൽ യേശുവിന്റെ നാമത്തില് ആമേ പറയാമോ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിറക്കി ദൈവനാമത്തിന് വേണ്ടി നിർത്തിയെങ്കിൽ ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഫേലിക്സിന് പൗലോസിനെ കുറിച്ചെല്ലാം അറിയാം, പക്ഷേ റോമയിൽ എത്തിക്കത്തില്ല. അവധി വെച്ച് അങ്ങ് പോകുക. അവിടെയും പൗലോസിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സ്തോത്രം. അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യമൊക്കെ വായിക്കുന്നുണ്ട്. 2 ആണ്ട് കഴിഞ്ഞിട്ട് പിന്നെയും നീട്ടിക്കൊണ്ടു പോയോ? സ്തോത്രം. പൗലോസിനെ വിളിച്ചു വരുത്തി പ്രസംഗം കേട്ടവർ, പൗലോസിനെ വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ചവർ, നന്മ അനുഭവിച്ചവർ, വിടുതൽ പ്രാപിച്ചവർ എല്ലാവരും പൗലോസിനെ വിട്ടേച്ചു പോയി, അല്ലേ? ആമേൻ. ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, പൗലോസിന്റെ കൂടെ നിന്നവർ, നന്മ അനുഭവിച്ചവർ, വിടുതൽ പ്രാപിച്ചവർ പലരും പൗലോസിനെ വിട്ടേച്ചു പോയി. ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മ വ്യക്തമായ ആലോചന പറയുകയാ. ദൈവദാസന്റെ കൂടെ നിന്നവർ, ദൈവദാസനെ വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ചവർ, പ്രസംഗം കേട്ടവർ, നന്മ അനുഭവിച്ചവരൊക്കെ വിട്ടേച്ചു പോയില്ലേ? വിട്ടേച്ചു പോയില്ലേ? മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ ഇട്ടേച്ചു പോയില്ലേ? ആരൊക്കെ വിട്ടേച്ചു പോയാലോ, ഇട്ടേച്ചു പോയാലും അഭിഷക്തനോട് പറഞ്ഞ വാഗ്ദത്തം മാറത്തില്ല, ദൈവസഭയോട് പറഞ്ഞ ആലോചന മാറത്തില്ല. വിശ്വാസത്തോട് എത്ര പേർ ഏറ്റെടുക്കുന്നു? എത്ര പേർ ഏറ്റെടുക്കുന്നു? എത്ര പേർ ഏറ്റെടുക്കുന്നു? യേശുവിന്റെ നാമത്തില് ശക്തിയോടെ വിളിച്ചു പറ. ഓ റീ കബല അവ കുഞ്ഞുങ്ങളെ, ശക്തിയോടെ. ആരൊക്കെ ദൈവസഭ വിട്ടേച്ചു പോയാലോ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസനോട് വെളിപ്പെടുത്തുകയോ യേശുവിന്റെ നാമത്തില് ഈ രാജ്യത്ത് മാത്രമല്ല, ഈ ദേശത്ത് മാത്രമല്ല, അനേക സ്ഥലങ്ങളില് ആയിരക്കണക്കിന് ദൈവജനത്തെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷ. സ്തോത്രം. 25-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, 25-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാം. വഴിയിൽ വെച്ച് അവനെ ഒടുക്കിക്കളയുവാൻ അവൻ ഒരു പതിയിരുപ്പ് നിർത്തി. അതിന് ഫെസ്തോസ് പൗലോസിനെ കൈസരിയിൽ സൂക്ഷിച്ചിരുന്നു. നോക്കിക്കേ, വഴിയിൽ വെച്ച് അവനെ ഒടുക്കിക്കളവാൻ ഒരു പതിയിരുപ്പ് നിർത്തി. സോദരം, വഴിയിൽ വെച്ച് അവനെ ഒടുക്കിക്കളവാൻ ഒരു പതിയിരിപ്പ് ശക്തി ഉണ്ടോ? ഉണ്ടോ? പതിയിരിപ്പ് ശക്തി ഉണ്ടോ? ഉണ്ട്. സോദരം, പതിയിരിപ്പ് ശക്തി ഉണ്ടെന്നേ. ഒന്ന് വായിക്കാം എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം. എസ്ര 8:31.
എസ്രയുടെ പുസ്തകം 8:31 വാക്യം. യെരൂശലേമിന് പോകുവാൻ ഞങ്ങൾ 1-ാം മാസം 12-ാം തീയതി അഹബ ആറ്റിങ്കൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിന്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ചു. എസ്രയും തന്റെ ജനവും കൂടെ യെരൂശലേമിലേക്ക് ആലയം പണിക്ക് വേണ്ടി പോകുമ്പോൾ അവര് പോലും അറിയാതെ അവരെ വഴിയിൽ വെച്ച് ഒടുക്കിക്കളവാൻ പതിയിരിപ്പ് ശക്തി നിന്നു. പക്ഷേ എന്റെ കർത്താവ് എന്ത് ചെയ്തു? ആമേൻ, ആ പതിയിരിപ്പുകാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചില്ലേ? ഇന്ന് രാത്രിയിൽ ഈ ആരോഗ്യത്തോടെ ദൈവസന്നിധി വന്നത് എത്ര പേര് പറയോ? കർത്താവ് എന്നെ രക്ഷിച്ചത് കൊണ്ടാ, കർത്താവ് എന്നെ വിടിവെച്ചത് കൊണ്ടാ. പതിയിരിപ്പ് ശക്തികൾ ഞങ്ങളെ തകർത്ത് കളവാ, അപകടത്തിൽ ഒതുക്കിക്കളവാ, ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാ, വെല്ലുവിളിച്ച മേഖലകളിൽ ആമേ ആരോഗ്യത്തോടെ കൊണ്ടുവന്നെങ്കിൽ ശക്തമായി എത്ര പേർ വിളിച്ചു പറയോ? അടര രഗനക ശംദുരേ, സകല പതിയിരിപ്പ് ശക്തികളാ, സകല ദുഷ്ട പതിയിരിപ്പ് ശക്തികൾ പൗലോസിനെ തകർത്ത് കളവാൻ ഒതുങ്ങിയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 27-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ വായിക്കുന്നു. പൗലോസ് യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ കപ്പൽ നഷ്ടപ്പെട്ടു, ചരക്ക് നഷ്ടപ്പെട്ടു, പ്രകാശം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. പൗലോസിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. 9-10 വാക്യങ്ങളിൽ വായിക്കുന്നു. ആമേ, പൗലോസ് പറയ, കപ്പലിനും ചരക്കിനും മാത്രമല്ലാതെ എൻ്റെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുന്നു എന്ന് ഞാൻ കാണുന്നു. പൗലോസ് എന്താ കേട്ടെ? പൗലോസ് കേട്ടെ? റോമയിൽ പോയി സാക്ഷിയാകും. പക്ഷെ ഇപ്പൊ എന്താ കാണുന്നേ? എൻ്റെ പ്രാണൻ എന്തോ. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? ഇനി എനിക്ക് അധികം ആയുസ്സൊന്നുമില്ല, എൻ്റെ പ്രാണൻ എന്തോ സംഭവിക്കാൻ പോവാ. പക്ഷെ കേട്ട ദൂതന്തിയെ, കേട്ട ദൈവശബ്ദം എവിടാ? പൗലോസേ, നീ റോമയിൽ പോയി നീ രാജാക്കന്മാരോട് നീ സുവിശേഷം അറിയിക്കുമെന്ന് ദൈവശബ്ദം കാതിൽ കേട്ടെങ്കിൽ, കപ്പൽ നഷ്ടപ്പെട്ടാലോ, ചരക്ക് നഷ്ടപ്പെട്ടാലോ, പ്രകാശം പൂർണ്ണമായി നഷ്ടപ്പെട്ടാലോ, ആരോഗ്യം നഷ്ടപ്പെട്ടാലോ, ജോലി നഷ്ടപ്പെട്ടാലോ, ആമേ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായാലോ, കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞെടുത്ത് കൊണ്ടെത്തിക്കുവോ? എന്റെ കർത്താവ് ശക്തനോ. സഹോദരം, ഒരുപക്ഷെ പഠനം പൂർത്തീകരിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ കാണും. പഠനം പൂർത്തീകരിച്ച് ജോലി കിട്ടാതെ അലയുന്ന പ്രയാസങ്ങൾ കാണാം. പലരുടെയും ചോദ്യചിഹ്നങ്ങൾ വേദനയോടെ കേൾക്കേണ്ടി വന്നിരിക്കാം. ഇതുപോലെ പൗലോസും ദൈവശബ്ദം കേട്ടു. പൗലോസേ, നീ റോമയിൽ പോയി എന്നെ സാക്ഷിയാകും. പക്ഷെ കപ്പൽ നഷ്ടപ്പെട്ടു, ചരക്ക് നഷ്ടപ്പെട്ടു, പ്രകാശം നഷ്ടപ്പെട്ടു, ആഗ്രഹങ്ങളൊക്കെ തീർന്നു. ഇനി അവസാനം എൻ്റെ പ്രാണൻ എന്തോ സംഭവിക്കാൻ പോവാ. ഒറ്റ കാര്യം ദൈവസഭയോടും ആമേൻ ദൈവജനത്തോട് വ്യക്തമായി വിളിച്ചു പറയുക. ആമേ, അങ്ങേ അറ്റം എല്ലാം തകർന്നു പോയാലോ, എല്ലാം അസ്തമിച്ചു പോയാലോ, ഇനി ഒരു വിടുതലില്ലെന്ന് പറഞ്ഞാലോ, ഇനി ഒരു യാത്രയില്ലെന്ന് പറഞ്ഞാലോ, ഇനി കുഞ്ഞിനൊരു ഭാവി ഇല്ലെന്ന് വെല്ലുവിളിച്ചാലോ, എല്ലാം അസ്തമിച്ചു, ബിസിനസ് തകർന്നു, ജോലി നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, കുഞ്ഞിന്റെ ഭാവി തകർന്നു, വിദ്യാഭ്യാസം പരാജയപ്പെട്ടു എന്ന് വെല്ലുവിളിച്ച് മുന്നിൽ നിൽക്കുമ്പോൾ ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, ആമേൻ, നീ കേട്ട ദൈവശബ്ദം, നീ കേട്ട ദൈവിക ആലോചന, ആമേൻ, അത് ഏറ്റെടുക്കുന്നു എങ്കിൽ, അത് പ്രാപിച്ചെടുക്കുന്നു എങ്കിൽ, ഇന്നത്തെ പരാജയത്തെ നാളത്തെ ജയമാക്കി എത്തിക്കേണ്ട സ്ഥാനത്ത് കൊണ്ടെത്തിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട്, ജനത്തോട് ശക്തമായി അറിയിക്കുക.
ചുടബനറികലഘടക അത്തുരാതലകശം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയത്ത് നിരാശപ്പെട്ടിരിക്കുമ്പോൾ, വേദനയോടിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, യഹോവയുടെ ദൂതൻ പൗലോസിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പൗലോസേ, ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എവിടെ നിൽക്കണം? കൈസരുടെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. ദൈവശബ്ദം ഇന്ന് കാതുകളിൽ കേൾപ്പിക്കാൻ പോവാ. ദൈവത്തിൻ്റെ ആലോചനകൾ എത്ര പേർ ഏറ്റെടുക്കുന്നു? സ്തോത്രം. എത്ര പേർ ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുക്കുന്നു? എത്ര പേർ ദൈവശബ്ദം ഏറ്റെടുക്കുന്നു? ശക്തമായി. ഹല്ലേലൂയ. ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന, ക്രിസ്തുവിൽ ഒത്തിരി സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷോൺ പാസ്റ്ററും ആമേ പ്രിയ പൈതൽ റിനിയും കടന്നു വന്നു. കർത്താവ് ഒത്തിരി സഹായിക്കട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം പഠിച്ച പ്രിയ പൈതലാണ് റിനി. സ്തോത്രം. ആമേ. അവർ കുലശേഖരത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഒത്തിരി സന്തോഷം. കർത്താവ് ഒത്തിരി സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവശബ്ദം കേട്ട പൗലോസ്, ദൈവത്തിൻ്റെ ആലോചന കേട്ട പൗലോസ് ശക്തമായി എഴുന്നേറ്റു. നമ്മൾ പ്രാർത്ഥിച്ച് നിർത്താൻ പോവാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 28-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാം. 28-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടത്തെ ബർബരന്മാർ ഞങ്ങളോട് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറകു പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂടു നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീടുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവന് ആപത്ത് ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷപ്പെട്ടു മെലിത്താ ദ്വീപിലെത്തി. മെലിത്താ ദ്വീപിലെത്തിയപ്പോൾ ബർബരന്മാർക്ക് അസാധാരണമായ ദയയൊക്കെ തോന്നി. വിറകൊക്കെ പറക്കി ഇട്ട് കൊടുത്തു. തീയൊക്കെ കത്തുക. തീ കത്തുമ്പോൾ പൗലോസിന് മനസ്സിലായി, എനിക്ക് ഈ ചൂട് പോരാ, എനിക്ക് ഈ ചൂട് പോരാ. കുറേയും കൂടെ വിറക് പറക്കിയിട്ടു. തീ ആളി കത്താൻ തുടങ്ങിയപ്പോൾ ആമയെ അവിടെ തണുപ്പ് പറ്റിയ ഒരു അണലി ഇരുന്നു. ഈ അണലി ഇഞ്ഞു പുറത്ത് ചാടി. ഈ അണലി പുറത്തു വന്നു. അവിടെ നിന്ന് ഒരൊറ്റ ബർബരന്മാരെ അണലി തൊട്ടില്ല. അവിടെ നിന്ന് ഒറ്റ ബർബരന്മാരെ അണലി തൊട്ടില്ല. വാക്തത്വമുള്ള ദൈവശബ്ദം കേട്ട പൗലോസിന്റെ കരത്തിൽ കയറിയ അണലി പറ്റി. അണലി പറ്റിയപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവനൊരു കൊലപാതകൻ. ഇന്ന് പകൽ രാത്രി ദൈവാത്മ പറയുക, ശക്തമായി ചൂട് പിടിച്ച് ആരാധിച്ച് കയറുമ്പോൾ നാളുകളായി ശരീരത്തോട് വെല്ലുവിളിച്ചിരിക്കുന്ന ചില പൈശാചിക ശക്തികൾ ഈ തീക്കകത്ത് കരിയാൻ പോവുക. എത്ര പേർ ആഴമായി വിശ്വസിക്കുന്നു? ശക്തമായി ഏറ്റെടുക്കട്ടെ, ശക്തമായി ഏറ്റെടുക്കട്ടെ. നാളുകളായി ശരീരത്തോട് വെല്ലുവിളിക്കുന്ന യേശുവിന്റെ നാമത്തിൽ യേശു